ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറ്റിമുക്ക് മഹാദേവ ക്ഷേത്രത്തിലെ കൊടിയേറ്റം കാണാൻ പോയാലോ? ഞങ്ങൾ ഏകദേശം ദീപാരാധന സമയത്താണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. എത്തിയപ്പോൾ തന്നെ നമ്പൂതിരിമാർ കൊടിക്കൂറയും കൊടിമരവും പൂജിക്കുന്നുണ്ടായിരുന്നു. ഉത്സവ നാളുകളിൽ മഹാദേവന്റെ ചൈതന്യം കൊടിക്കൂറയിലേക്കും കൊടിമരത്തിലേക്കും ആവാഹിക്കാനായി ശ്രീകോവിലേക്ക് കൊണ്ടുപോയി ശേഷം തിരിച്ചു കൊണ്ടുവന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇപ്പോൾ ഇതാ കൊടിമരത്തിന്റെ തൊട്ട് താഴെ തന്നെ ചേച്ചിമാര് നെൽപ്പറ നിറയ്ക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഭക്തർക്ക് നെൽപ്പറ നിറയ്ക്കാം. ഇത് ഇന്നും പിന്നെ ഉത്സവ നാളിലും മാത്രമേ ഈ ഒരു നെൽപ്പറ നിറയ്ക്കുന്ന പരിപാടിയുള്ളൂ. അതിനുശേഷം പൂജ വിധി പോലെ തുടർന്നു. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും വീഡിയോയില് ആരതിയൊക്കെ ഒഴിഞ്ഞ് താന്ത്രികം ആ വിധി പോലെ പൂജ തുടർന്നു. ശേഷം എല്ലാവരും കാത്തിരിക്കുന്ന ആ കൊടിയേറ്റം ദാ ഏറന്നൂർ ശ്യാം നമ്പൂതിരിയും മറ്റു നമ്പൂതിരിമാരും ചേർന്ന് കൊടിയേറ്റം ദാ തുടങ്ങി. മേളത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള കൊടിയേറ്റം തന്നെയായിരുന്നു. 2026 ഫെബ്രുവരി 26 27 തീയതിയുമാണ് ഉത്സവം. ദാ കൊടിയേറ്റം. ഈ കൊടിക്കൂറയുടെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നല്ല നീളമുണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വർണ്ണാഭമായത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദികേശന്റെ രൂപം ഈ കൊടിക്കൂറയിലുണ്ട്. ഇവിടുത്തെ ഓരോ കൊല്ലവും ഓരോ രൂപത്തിലുള്ള അല്ലെങ്കിൽ ഓരോ ഡിസൈനുള്ള കൊടിക്കൂറകളാണ് ഉണ്ടാവുക. ഇത്തവണ എനിക്കൊരു പ്രത്യേകത തോന്നിയത് നല്ല നീളമുണ്ട്, പിന്നെ നന്ദികേശന്റെ രൂപവും. അങ്ങനെ ഈ കൊല്ലത്തെ ഉത്സവത്തിന് കൊടിയേറ്റമായി. ഉത്സവം തിരി തെളിഞ്ഞു എന്നോണം അവിടെ വർണ്ണാഭമായ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത, ഇവിടെ ബലിക്കല്ലുകളിൽ ചെറിയൊരു കൊടിക്കൂറ കൂടി ഉണ്ട്. അത് ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇവിടെ ലാസ്റ്റ് ഒരു ക്ലിപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. കൊടിക്കൂറകളിൽ ചെറിയ ബലിക്കല്ലിൽ ഇതാ തിരുമേനി ഒരു കൊടിക്കൂറ പോലെ കെട്ടി അവിടെ ഇങ്ങനെ തുടക്കം കുറിച്ചു. അവിടെയും കൊടി ഏറ്റി തുടക്കം കുറിച്ചു എന്നുള്ള രീതിയിൽ തിരുമേനി ഇതാ കൊടി ചാർത്തി. അങ്ങനെ ഇക്കൊല്ലത്തെ കുറ്റിമുക്കിലെ ഉത്സവം ഫെബ്രുവരി 26 തീയതി പള്ളിവേട്ട, ഫെബ്രുവരി 27 ആറാട്ട്. എല്ലാവരും ഉത്സവത്തിന് വരണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.